ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 28. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ. ഭമേ, നീ എന്താ രാവിലെ വേഷമൊക്കെ മാറി? കോടതിയൊക്കെ രാവിലെ തുറന്നു തുടങ്ങിയോ? പരിഹസിക്കല്ലേ. കോടതി 11 മണിക്കേ തുറക്കുള്ളൂ. പക്ഷേ ജോലി കൂടുതലാവുമ്പോ വക്കീലന്മാർക്ക് നേരത്തെ ഓഫീസിലെത്തേണ്ടി വരും. നിനക്കെന്ത് തിരക്ക്? രാവിലെ വക്കീൽ ആഫീസ് ചെല്ലണം, സീനിയർ വക്കീൽ വരുന്നതിന് മുമ്പ് ആഫീസൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കണം, പിന്നെ അയാൾ വരുമ്പോ ഫയലും തൂക്കി പിടിച്ച് അയാളെ പുറകെ പോണം. അത്രയല്ലേ ഉള്ളൂ. എല്ലാവരും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല എന്നറിയാത്തത് കൊണ്ടാണ് മോഹനേട്ടൻ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടാ. പിന്നെ ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതിൽ ശരിയാണ്. രാവിലെ 9:30 ഓഫീസിൽ പോകുക, വൈകിട്ട് 5:30 തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു സാധാ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അല്ലല്ലോ, ഞാനൊരു വക്കീലല്ലേ, വക്കീൽ. വക്കീലിന് എന്താ കൊമ്പുണ്ടോ? തുടക്കത്തിലുണ്ടാവില്ല. പക്ഷേ നമ്മൾ നമ്മുടെ പ്രൊഫഷനിലൂടെ അടിവച്ച് കയറി പോകുമ്പോൾ കൊമ്പുണ്ടാകും. അതിനാണ് ജീവിതത്തിൽ ഉയർച്ച എന്ന് പറയുന്നത്. എന്താണ് പതിവില്ലാത്തൊരു സംസാര രീതി? മോഹനേട്ടനോട് ഇന്നലെ തന്നെ പറയണമെന്ന് ഓർത്തിരുന്നതാ. പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം പറയാന്ന് കരുതി. കുറച്ച് അഹങ്കാരം കൂടിയോ? ഞാൻ ഈ അഡ്വക്കേറ്റ് സത്യഭാമ അടുത്തയാഴ്ച ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ പോകുന്നു. വക്കീലന്മാരുടെ സ്വപ്നമാണത്. മജിസ്ട്രേറ്റ് കോടതിയിലും ജില്ലാ കോടതിയിലും മാത്രം കേസ് വാദിച്ചിട്ട് കാര്യമില്ലല്ലോ. കോടീശ്വരനായ ഗോപിനാഥൻ നായരുടെ കേസ് വാദിച്ചുകൊണ്ട് സത്യഭാമ ഹൈക്കോടതിയിൽ കാലെടുത്തു വെക്കുന്നു. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഈ ഹൈക്കോടതി എന്ന് പറഞ്ഞാ സുപ്രീം കോടതി ഒന്നല്ലോ. അല്ല ആദ്യം ഹൈക്കോടതി. ഗോപിനാഥൻ നായരുടെ കേസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കേസിന്റെ ബഹളമായിരിക്കുമല്ലോ. സത്യത്തിൽ താമസം എറണാകുളത്തേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് എന്റെ സംശയം. കേസുകൾ കൂടിക്കഴിഞ്ഞാൽ വേറെ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മോഹനേട്ടൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറെ വഴിയില്ലല്ലോ. പിന്നെ എനിക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹൈക്കോടതി വക്കീലൊക്കെ ആയി കഴിയുമ്പോ എനിക്ക് മുകളിലൊക്കെ നല്ല പിടിയായിരിക്കുമല്ലോ. അപ്പോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ സോപ്പിട്ട് മോഹനേട്ടന് എറണാകുളത്തേക്ക് ഒരു സ്ഥലമാറ്റം വാങ്ങിച്ചെടുക്കാം. നിന്റെ അച്ഛനെ കൊണ്ടുപോയാൽ മതി. പക്ഷെ അതും എത്ര നാള്? ഹൈക്കോടതിയിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുപ്രീം കോടതിയിലും കേസ് കിട്ടും. അങ്ങനെയാവുമ്പം എന്റെ താമസം ഡൽഹിയിലായിരിക്കും. ഈ കേരള സർക്കാർ സർവീസിലുള്ള ഒരു സാധാ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്ക് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടുമോ? സുപ്രീം കോടതിയിലൊക്കെ കേസ് വാദിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് പ്രതിഫലം. അല്ല, നമുക്ക് ജീവിക്കാൻ ആകാശം മതിയല്ലോ. മോഹനേട്ടൻ ഈ പണിയൊക്കെ രാജിവെച്ച് ഡൽഹിയിലോട്ടങ്ങ് പോന്നാ മതി. എന്റെ കൂടെ ഡൽഹിയിലേക്ക് വന്നാലും മോഹനേട്ടന് വെറുതെ ഇരിക്കേണ്ടി വരില്ല. പാചകം ചെയ്യാൻ പഠിച്ചാൽ സമയം കളയാൻ ഒരു വഴിയായി. എനിക്ക് ടെൻഷൻ ഇല്ലാതെ സുപ്രീം കോടതിയിലേക്ക് പോവാനും പറ്റും. സുപ്രീം കോടതിക്ക് മുകളില് കോടതിയില്ലല്ലോ. അതുകൊണ്ട് കഴിഞ്ഞു. എന്താ എന്തോ ഇതൊക്കെ നിന്റെ വെറും മോഹങ്ങൾ. ഇപ്പോ നിനക്ക് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടാവും. പക്ഷെ അത് ജയിച്ചാലല്ലേ നിനക്ക് വേറെ കേസ് കിട്ടൂ. നീ ജയിക്കില്ല. എങ്ങനെ ജയിക്കാൻ? പിന്നെ നീ 3-4 വട്ടം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞല്ലോ. എടി, ആയുഷ്കാലം മുഴുവൻ ഈ മോഹനകൃഷ്ണൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുന്ന നീ കരുതുന്നത് എനിക്കുടനെ പ്രൊമോഷൻ കിട്ടും. അത് കഴിയുമ്പോ ഞാൻ വില്ലേജ് ഓഫീസറാവും.
വില്ലേജ് ഓഫീസറാകും കുറെ നാളായാലോ പറയുന്നു. ഇതുവരെ ആയി കാണാത്തത് എന്താ? അതൊന്നും നടക്കാൻ പോകുന്നില്ല മാഷേ. എന്താ കാണാം. ഞാൻ വില്ലേജ് ഓഫീസറായിട്ട് വരുമ്പോ അന്ന് നിനക്കുള്ള മറുപടി എന്താന്നിരിക്കും. അപ്പൊ പിന്നെ മറുപടി അടുത്ത ജന്മത്തെ നോക്കിയാ മതി. അല്ലാതെ എന്ത് ചെയ്യാനായി എന്റെ ദൈവമേ. ഇവിടെ ഹൈക്കോടതി കേസ് വാദിക്കുന്നതിന് മുമ്പ് എനിക്ക് വില്ലേജ് ഓഫീസർ ആയേ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ആഹാ എനിക്ക് മോഹനകൃഷ്ണൻ ഈയിടെയായിട്ട് വല്ലാത്തൊഴപ്പാണെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അപേക്ഷകൾ പെൻഡിംഗ് ആണെന്ന്. ഇല്ല സാർ, എന്റെ ടേബിളിൽ കിട്ടുന്ന അപേക്ഷകളൊക്കെ കൃത്യമായി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആഹാ, എന്നോട് പറയുന്നത് ഇവിടെ ഓരോ ആവശ്യങ്ങൾക്കായി വന്നു നിന്ന കുറെ പേർ പരാതിയായിട്ട് എഴുതി തഹസിൽദാർക്ക് കൊടുത്തിട്ടുണ്ട്. തഹസിൽദാർ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. എന്താണ് മോഹനകൃഷ്ണന്റെ പ്രശ്നമെന്ന്. എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു പരാതിയിൽ പറഞ്ഞതൊക്കെ ശരിയാണെന്ന്. പറഞ്ഞിരുന്നെങ്കിൽ നാളെ മോഹനകൃഷ്ണന്റെ ജോലി കാസർഗോഡായനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് മാത്രം തൽക്കാലം മോഹനകൃഷ്ണൻ രക്ഷപ്പെട്ടു. മനസ്സിലായോ? ഇപ്പോഴും ഈ ആഫീസിൽ മോഹനകൃഷ്ണൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി ഇരിക്കുന്നതിന്റെ കാരണം എന്റെ നല്ല മനസ്സ്, എന്റെ ഔദാര്യം. അത് മറക്കരുത്. മോഹനകൃഷ്ണൻ പൊയ്ക്കോ. എന്താ സാറേ പ്രശ്നം? എനിക്കറിയില്ല. അവരെന്തൊക്കെയോ പറയുന്നു. സത്യത്തിൽ ഇവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഞാൻ മാത്രമാണ്. എന്നിട്ടൊരു പ്രശ്നം വന്നപ്പോ പഴി വന്ന എനിക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഇന്നത്തെ ദിവസം ശരിയല്ല. രാവിലെ ഭാമ അവൾക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞു. ഇപ്പൊ ശീലാവസ്ഥാന്റെ വക. സമയം മൊത്തം മോശം. ഏതെങ്കിലും ഒരു നല്ല ജോത്സ്യനെ കണ്ട് പ്രശ്നം വെച്ച് നോക്കണം. സ്വയം പ്രഭയ്ക്കറിയാവുന്ന നല്ല ജോത്സ്യന്മാർ വല്ലതും ഉണ്ടോ? എനിക്ക് ആ പരിപാടിയൊന്നും ഇല്ല സാറേ. ജോത്സ്യത്തിലൊന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. അയ്യോ, വിശ്വസിക്കണം സ്വയം പ്രഭയെ. ജോത്സ്യം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. സാറേ, ശിശുപാലനല്ലേ അത്? എന്താണ് ബഹളം? മോഹനകൃഷ്ണൻ സാറേ, മോഹനകൃഷ്ണൻ സാറേ, ഒരു കാര്യമുണ്ട്. എനിക്ക് മനസ്സിലായി. ആ വളവിൽ താമസിക്കുന്ന വേലാതിന്റെ പട്ടി ഓടിച്ചല്ലേ? കഴിഞ്ഞ ആഴ്ച ആ പട്ടി എന്നെ ഓടിച്ചത്. പക്ഷെ നിങ്ങളൊക്കെ കളിയാക്കുന്ന ഈ കുട ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം ഓടിയപ്പോഴാ ഞാൻ ഈ കുട കയ്യിലുള്ള കാര്യം ഓർത്തത്. പിന്നെ ഒട്ടും മടിച്ചില്ല. തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ഒരു ചൂണ്ടൻ. പട്ടി അവിടെ നിന്നു. ശിശുപാലൻ ഉടനെ ഒരു കുട വാങ്ങണം, ഇതുപോലുള്ളത്. പട്ടിയും പൂച്ചയൊന്നും അല്ല സാറേ പ്രശ്നം. പ്രമോഷനാ. ശിശുപാലൻ അല്ല സാറിനാ. സാറിനെ വില്ലേജ് ഓഫീസറായിട്ട് പ്രൊമോട്ട് ചെയ്തു. സർക്കാർ ഉത്തരവ് ഇന്ന് ഇറങ്ങി. നാളെ രാവിലെ സാറിന്റെ കൈ കിട്ടും. സത്യമാണ് ശിശുപാല? പിന്നെ അല്ലാതെ. താലൂക്ക് ഓഫീസിലെ സഹദേവനാ പറഞ്ഞേ. ഓ, അവൻ തിരുവനന്തപുരത്തുണ്ട്. ഓർഡർ അവൻ കണ്ടുവന്ന്. അത്ഭുതം അത് മാത്രമല്ല സാറേ. പിന്നെ സാറിനെ വില്ലേജ് ഓഫീസറായി നിയമിച്ചത് ഈ വില്ലേജിൽ തന്നെയാ. ശീലാവതി സാറിന് ട്രാൻസ്ഫർ വയനാട്ടിലേക്ക്. പ്ലാക്കാട്ടുള്ള വില്ലേജ് ഓഫീസറായിട്ട്. ഇതൊക്കെ സത്യമാണോ ശിശുപാലേട്ട? ഇനി മോഹനേഷ് സാറാണോ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ? പിന്നല്ലാതെ. ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ ഇവിടെ ഒന്ന് പറയോ പ്രൊഫസറെ? ശീലാവതി സാറിന്റെ ശല്യം ഇന്നത്തോടെ തീർന്നു. ഇനിയെങ്കിലും നമുക്ക് മനസ്സമാനത്തോടെ. എന്താ ഇത്? ഇതൊരു ആഫീസല്ലേ? ആഫീസിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇന്നുവരെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഇവിടെ ജീവിച്ചു. നാളെ മുതൽ അത് പറ്റില്ല. ഞാൻ പറയുന്നതിനപ്പുറം ഒരു ഈച്ച പോലും ഇവിടെ അടങ്ങാൻ പാടില്ല. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് അറിഞ്ഞ പിന്നെ നിങ്ങൾ സർവീസിലുണ്ടാവില്ല. മനസ്സിലായോ? രാവിലെ കൃത്യം 10 മണിക്ക് എല്ലാവരും ഇവിടെ എത്തിയിരിക്കണം. വൈകുന്നേരം 5-ന് മുമ്പ് പോകുന്നവർ പിന്നീട് ഇങ്ങോട്ട് വരണ്ട. ഈ വില്ലേജ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും നോക്കട്ടെ. ഇത്
വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ തുടക്കം മാത്രം. അടുക്ക്. ഇത് അമ്മയെ കൊടുത്ത് പ്രാന്തിയ വാങ്ങിയതുപോലെ ആയല്ലോ പ്രൊഫസറെ. ഹലോ മിസ്സസ് ശീലാവതി, കുറച്ചു മുമ്പ് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ അവതാരം കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റുമെന്ന് അല്ലേ? മോഹനകൃഷ്ണ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. ഇന്നുകൂടി മാത്രം. നാളെ രാവിലെ മുതൽ ആ കസറിൽ ഇരിക്കുന്നത് ഞാനാണ്. ഈ മോഹനകൃഷ്ണൻ അറിഞ്ഞില്ലേ? ഞാനാണ് ഇനി ഈ കാന്തല്ലൂരിലെ വില്ലേജ് ഓഫീസർ. നിങ്ങൾക്ക് സ്ഥലം മാറ്റം വയനാട്ടിലേക്ക്. ആര് പറഞ്ഞു? സർക്കാർ ഉത്തരവായി ശീലാവതി സാറേ. എന്റെ സ്വപ്നങ്ങൾ സഫലമാകും. ഇനി ഞാൻ കാണിച്ചു തരാം ഒരു നല്ല വില്ലേജ് ഓഫീസർ എങ്ങനെ പെരുമാറണമെന്ന്. അത് കാണണമെങ്കിൽ വയനാട്ടിൽ നിന്ന് ലീവ് എടുത്ത് ഇവിടെ വരണം. ഇവിടെ വന്നിരിക്കണം. എന്താ ശീലാപതി സാറേ ഉത്തരം മുട്ടിപ്പോയി? നാളെ രാവിലെ സർക്കാർ ഉത്തരവുമായി ഈ മോഹനകൃഷ്ണൻ ഇവിടെ വരുമ്പോ ഈ ഇരുണ്ട മോന്തയുമായി ഇവിടെ തന്നെ കാണണം. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണ പറയുന്നത്. ഹരിസാറത്തെ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഗോപിനാഥൻ നായരുടെ കേസ് ഹൈക്കോടതിയിൽ ഞാൻ തന്നെ വാദിക്കണമെന്ന് ഇന്നലെ സാറ് പറഞ്ഞതല്ലേ? സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ ഗോപിനാഥൻ നായർ സമ്മതിക്കണ്ടേ? ഇയാളെയാണ് ഞാൻ വിടണമെന്ന് പറഞ്ഞപ്പോ അയാള് പറയണത് പറ്റൂലെന്ന്. ഒന്നുകില് എന്നെ പോലെ ഒരു സീനിയർ അഡ്വക്കേറ്റ് തന്നെ വാദിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മിടുക്കന്മാരായിട്ടുള്ള ഏതെങ്കിലും ജൂനിയർ വക്കീലന്മാരെങ്കിലും വാദിക്കണമെന്നാണ് അങ്ങേര് പറയണത്. കേസ് വാദിച്ചു കഴിഞ്ഞല്ലേ മിടുക്ക് തെളിയിക്കാൻ പറ്റൂ? പക്ഷെ റിസ്ക് എടുക്കാൻ ഗോപിനാഥൻ നായർ തയ്യാറാവണ്ടേ? എന്തിനായാലും താൻ ഹൈക്കോടതി പോണ പ്രശ്നമേ ഇല്ല. സാറേ, ഇത് ചതിയാണ്. ആ കേസ് ഹൈക്കോടതി വാദിക്കുന്നത് ഞാനാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞുപോയി. അതെന്റെ കുറ്റമാണ്. കേസ് വായിച്ചതിന് ശേഷം പറഞ്ഞ പോരായിരുന്നു. സാർ പ്ലീസ്, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഈ കേസ് വാദിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് എന്റെ മോഹനേട്ടന്റെ മുഖത്ത് നോക്കാൻ പറ്റണോ? ഇടേ ഇതെനിക്ക് കക്ഷിയോട് ചെന്ന് പറയാൻ പറ്റും. മോഹനകൃഷ്ണന്റെ മോൻ നോക്കണം, അതുകൊണ്ട് കേസ് വായിക്കാൻ കൊടുക്കണമെന്ന്. നടക്കൂല സത്യഭാമേ. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി സാറിന്റെ ജൂനിയർ ആവാൻ ഈ സത്യഭാമയെ കിട്ടില്ല. സാറ് വേറെ ആളെ നോക്കിക്കോ. പേടിപ്പിക്കല്ലേ സത്യഭാമേ. കേരളത്തിൽ ഉറുമ്പുകളെക്കാൾ ഏറ്റവും കൂടുതൽ വക്കീലന്മാരുണ്ട്. ഒരു സത്യഭാമ പോയാ വേറെ 100-150 സത്യഭാമമാര് വരും. ഒരു കേസുണ്ട് പോട്ടാ. ഈശ്വര, മോഹനേട്ടനോട് ഞാൻ ഇനി എന്തു പറയും? ഇപ്പോഴെന്തായടി നിന്റെ അഹങ്കാരം തീർന്നോ? രാവിലെ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഹൈക്കോടതിയിൽ പോയി ഗോപിനാഥൻ നായരുടെ കേസ് വാദിച്ച് ജയിച്ച് മലമറിക്കുന്നല്ലേ? നീ വാദിച്ചാ തോക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഓർമ്മയുണ്ടോ? ഇതിപ്പോ വാദിക്കേണ്ടി പോലും വന്നില്ല. അതിനു മുമ്പ് ഗോപിനാഥൻ നായർക്ക് കാര്യം പിടികിട്ടി. അയാളും എന്നെ പോലെ ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ടാണല്ലോ നിന്നെ മാറ്റിക്കളഞ്ഞത്. ഹൈക്കോടതിയിൽ കേസ് വന്ന് കുമിഞ്ഞുകൂടി കഴിയുമ്പോ നീ അങ്ങ് എറണാകുളത്തേക്ക് താമസം മാറ്റിക്കളയുമോ? എന്നിട്ട് എനിക്ക് സ്ഥലം മാറ്റത്തിന് ഏർപ്പാടുണ്ടാക്കി തന്ന് എന്നെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എപ്പോഴാ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നത്? പിന്നെ ഹൈക്കോടതി മലമറിച്ച് കഴിയുമ്പോ നീ സുപ്രീം കോടതിയിലേക്ക് പോകും. എന്നിട്ട് ഡൽഹിയിലെ നിന്റെ കൊട്ടാരത്തിൽ എന്നെ അടുക്കളക്കാരനാക്കുമെന്ന്. ഡൽഹി തടി നിന്റെ അച്ഛന് ശ്രീധരൻ കിട്ടിയതാ. അത് കഴിഞ്ഞ് നീ പറഞ്ഞു ഈ ജന്മത്ത് എനിക്ക് പ്രൊമോഷൻ കിട്ടില്ലെന്ന്. ഞാൻ എന്നും ഇങ്ങനെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിട്ട് ജീവിക്കുമെന്ന്. എന്നിട്ടോ കൃത്യമായിട്ടും നീ എന്നെ കളിയാക്കിയ ഇന്ന് തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. നീ കണ്ടോ എന്തുകൊണ്ടാ? നിന്റെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയായത്. അതുപോലെ എന്റെ പ്രാർത്ഥന കിട്ടിയ ഫലം. മനസ്സിലായോ? അല്ല, മോഹനേട്ടൻ വില്ലേജ് ഓഫീസർ ആവണമെന്ന് ഞാനും മോഹിച്ചതല്ലേ? എവിടെ?
എടി പുറമേ നീ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ എനിക്ക് പ്രമോഷൻ കിട്ടരുതേ എന്നാ നിന്റെ ആഗ്രഹം. എനിക്കറിയില്ലേ നിന്നെ. ഇനിയിപ്പോ ഹരിചന്ദ്രന്റെ വക്കീലെടുത്ത് പോകാനും പറ്റില്ല. ചെല്ലുള്ളു നീ പറഞ്ഞു പോയല്ലോ, നന്നായി. നാളെ മുതൽ നീ ഇവിടെ ഇരിക്കും. ഹരിസാറിന്റെ അടുത്ത് പോയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ വക്കീലന്മാരുണ്ടല്ലോ നാട്ടില്. നിന്നെ ആര് കൂടെ കൂട്ടാൻ? നിനക്ക് പണിയറിഞ്ഞൂടാത്ത കൊണ്ടാണ് ഹരിചന്ദ്രൻ വക്കീൽ നിന്നെ പറഞ്ഞു വിട്ടതെന്ന് മറ്റുള്ള വക്കീലന്മാർ അറിയുമല്ലോ. അറിഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ അറിയിക്കും. നാട്ടിലുള്ള ഓരോ വക്കീൽ ഓഫീസിലും ഞാൻ കയറി ഇറങ്ങി പറയും നിനക്ക് പണിയറിയില്ല എന്ന്. ഞാൻ പറഞ്ഞ വക്കീലന്മാർ വിശ്വസിക്കും. ഒന്നാമത് ഞാൻ നിന്റെ ഭർത്താവാണ്, പിന്നെ ഞാൻ വില്ലേജ് ഓഫീസറല്ലേ. വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ ആരാ വിശ്വസിക്കാത്തത്? അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇതെന്റെ ഭാവിയുടെ പ്രശ്നം. അയ്യടാ, മര്യാദക്കാരിയായല്ലോ. നിനക്ക് ഇനി കോട്ടിട്ടൊരു ഭാവി വേണ്ട. ഇവിടെ ഇങ്ങോട്ടില്ല, ഇവിടെ എനിക്ക് ചോറും കറിയൊക്കെ വെച്ചുണ്ടാക്കി തന്ന് ഈ വീട് വൃത്തിയാക്കി എന്റെ ഷർട്ട് മുണ്ടൊക്കെ ഇതൊക്കെ നീ തേച്ച് മടക്കി വൃത്തിയാക്കണം. എന്നിട്ട് എന്റെ പിള്ളേരെ പ്രസവിച്ച് വളർത്തി ഇവിടെ ഇരുന്നാ മതി. മനസ്സിലായോ? മനസ്സിലായി? മനസ്സിലായോന്ന്? അവൻ നിന്നോടാ ചോദിച്ചത്, മനസ്സിലായോന്ന്? മനസ്സിലായില്ലെങ്കിൽ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. മോഹനകൃഷ്ണൻ കളി അടി. നാളെ മുതൽ ഈ മോഹനകൃഷ്ണൻ കാന്തല്ലൂർ വില്ലേജ് ഓഫീസറാ. കാന്തല്ലൂരിലെ ജനങ്ങൾ എന്നെ കാണുമ്പോ ഓച്ചാൻസിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നായി ഞാൻ പരിഹരിക്കുമ്പോ അവർക്ക് ഞാൻ ദൈവമാവും. ആളുകൾ എന്നെ ബഹുമാനിക്കും, ആരാധിക്കും. നോക്കി കഥ പോയി ചായ എടുത്തു അടി. മോഹനേട്ടാ, മോഹനേട്ടാ പറഞ്ഞു മനസ്സിലായില്ലേ? മോഹനേട്ടാ, നിന്നോടല്ലേ പറഞ്ഞ ചായ എടുത്തുകൊണ്ടുവരാൻ? തൊഴിൽ രഹിതയായ നീ ഒരു വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ അനുസരിക്കണം. വില്ലേജ് ഓഫീസറോ? ഏത് വില്ലേജ് ഓഫീസർ? എന്റെ ഷർട്ട് അവിടെ. ഷർട്ടോ? ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നല്ലോ. ആ ഷർട്ട് എത്ര നേരം ഉണ്ടായിരുന്നല്ലോ. ഒന്നെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത്, അല്ലെങ്കിൽ കണ്ടത് സ്വപ്നം. സ്വപ്നം? ഞാൻ വില്ലേജ് ഓഫീസർ ആയില്ലേ? 10 മിനിറ്റ് മുന്നേ വരെ ആയിട്ടില്ല. നിന്റെ ഹൈക്കോടതിയിലെ കേസ് അടുത്ത ആഴ്ച. എന്നെ മാറ്റിയില്ലേ? ആരെ മാറ്റും? ഞാൻ തന്നെ ബാധിക്കണമെന്ന് ഹരിസാറിന് വാശിയില്ലേ? അപ്പോ കാര്യം മനസ്സിലായി. എന്റെ കേസ് പോയെന്നും മോഹനേട്ടൻ വില്ലേജ് ഓഫീസറായെന്നും സ്വപ്നം കണ്ടു. ഓക്കെ, മോഹനേട്ടൻ വില്ലേജ് ഓഫീസറായെന്ന് സ്വപ്നം കണ്ടത് മനസ്സിലാക്കാം. അത് മോഹനേട്ടന്റെ മോഹം. പക്ഷേ എന്റെ ജോലി പോകണമെന്ന് സ്വപ്നം കണ്ടത് മോശമായി പോയില്ലേ? അല്ല, അത് പിന്നെ നീ ഡൽഹിക്ക് പോണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വരില്ലേ? നമ്മൾ ഇതുവരെ ഒറ്റ ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. എന്റെ മണ്ടം വില്ലേജ് ഓഫീസർ അത് മുഴുവനായിട്ട് അങ്ങ് വിശ്വസിച്ചോ? ഞാൻ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഡൽഹിക്ക് പോയിട്ട് എറണാകുളത്തിന് പോലും ഞാൻ പോകുന്നില്ല. അപ്പൊ ഹൈക്കോടതിയിലെ കേസ്? അതിനെന്താ, പുലർച്ചെയുള്ള ട്രെയിന് പോയിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് തിരിച്ചു വരാലോ. അതിൽ കൂടുതൽ നേരം സാറിനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ലല്ലേ? അതിതുവരെയായിട്ട് മനസ്സിലായില്ലല്ലേ? കാണുന്നത് സ്വപ്നമാവുമ്പോൾ എന്തു വേണമെങ്കിലും കാണാമെന്നാണ് ശാസ്ത്രം. തനിക്ക് ലക്ഷം കോടി രൂപ ലോട്ടറി അടിക്കുന്നതും തന്റെ ശത്രുവിനെ പാമ്പ് കടിക്കുന്നതുമൊക്കെ സ്വപ്നത്തിലെങ്കിലും കണ്ട് സന്തോഷിക്കുന്നവരെ കുറ്റം പറയാനാവില്ല. മോഹനകൃഷ്ണന് സംഭവിച്ചതും അതാണ്, അത് മാത്രമാണ്. എന്തായാലും സ്വപ്നം സ്വപ്നമായി അവസാനിച്ച സ്ഥിതിക്ക് സ്വപ്നത്തെക്കാൾ നിസാരമായ മറ്റൊരു കാര്യവുമായി കാര്യം നിസാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.